ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഗണിതം പരീക്ഷയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണുക കേട്ടോ. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് മക്കൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. വീക്കിലി 3 ദിവസമായിരിക്കും മക്കൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത ശേഷം മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 3 പന്ത് കളിക്കാം. പ്രവർത്തനം 2 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അല്ലേ. പ്രവർത്തനം 3 ആണ് പറയുന്നത്. നോക്കിക്കേ മക്കളെ, ഒരേ എണ്ണം ഉള്ളവ യോജിപ്പിച്ച് വരയ്ക്കുക. എന്താണ് പറഞ്ഞത്? ഒരേ എണ്ണം ഉള്ളവ യോജിപ്പിച്ച് വരയ്ക്കുക എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നമുക്ക് 2 സൈഡിലായിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഒരു സൈഡിൽ കുറച്ച് കുട്ടികളുടെ കൂട്ടം തന്നിട്ടുണ്ട്, തൊട്ടടുത്ത സൈഡിൽ പന്തുകളുടെ കൂട്ടം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഓരോ കൂട്ടത്തിലും എത്ര കുട്ടികൾ വീതമാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് അവയുടെ എണ്ണത്തിനനുസരിച്ചുള്ള പന്തുകളുടെ കൂട്ടത്തിലേക്കാണ് അവരെ വരച്ച് ചേർക്കേണ്ടത്. മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കൂട്ടത്തിലുമുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം അല്ലേ. ഇവിടെ നോക്കിക്കേ, 1 2 3 അല്ലേ. 3 കുട്ടികളാണുള്ളത്. അപ്പോൾ 3 കുട്ടികൾക്കും എത്ര പന്ത് വേണം? 3 പന്തുകൾ വേണം അല്ലേ. 3 കുട്ടികൾക്കാണെങ്കിൽ 3 പന്തുകൾ വേണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 2 3 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ കുട്ടികളെ ഈ 3 പന്തിൻ്റെ കൂട്ടത്തിലേക്ക് വരച്ച് ചേർക്കാം. ക്ലിയർ ആയിട്ടുണ്ടോ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, അടുത്ത കൂട്ടത്തിൽ എത്ര കുട്ടികളാണുള്ളത്? 1 2 3 4 5 കുട്ടികളാണല്ലേ. 5 കുട്ടികളാണല്ലേ. വലിയൊരു കൂട്ടം കുട്ടികളാണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 5 എണ്ണം പന്തുകളുള്ള കൂട്ടത്തിലേക്ക് അവയെ വരയ്ക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എത്ര പന്തുകളുണ്ട്? 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇവയെ നമ്മൾ എങ്ങോട്ട് വരയ്ക്കണം? ഇവിടോട്ട് വേണം വരയ്ക്കാനായിട്ട്. അടുത്തത് നോക്കിക്കേ മക്കളെ, ഇവിടെ ആകെ എത്ര കുട്ടിയേ ഉള്ളൂ? ഒരു കുട്ടിയേ ഉള്ളൂ അല്ലേ. ഒരു കുട്ടിയെ നമ്മൾ എത്ര പന്തിലേക്കാണ് വരയ്ക്കേണ്ടത്? ഒരു കുട്ടിയാണെങ്കിൽ ഒരു പന്തിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഇവളെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടോട്ട് വരച്ച് ചേർക്കാം അല്ലേ. അടുത്ത കൂട്ടം നോക്കിക്കേ, എത്ര പേരുണ്ട്? 1 2 3 4 അല്ലേ. 4 കുട്ടികളാണുള്ളത്. 4 കുട്ടികളെ നമ്മൾ എവിടേക്ക് വരയ്ക്കണം? 4 എന്നുള്ള പന്തിൻ്റെ കൂട്ടത്തിലേക്ക് വരയ്ക്കണം. ലാസ്റ്റ് വൺ നോക്കൂ, 2 കുട്ടികളുണ്ട്. 2 കുട്ടികളാണെങ്കിൽ ഇവിടേക്ക് വരയ്ക്കണം. 2 പന്തിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അല്ലേ. എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് അല്ലേ. എണ്ണത്തിനനുസരിച്ച് വരച്ച് യോജിപ്പിക്കുക. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. നോക്കിക്കേ, പൂക്കൾ വരയ്ക്കാം. എല്ലാ കൂടയിലും 6 പൂക്കൾ വീതം വയ്ക്കണം. എന്താണ് പറഞ്ഞത്? എല്ലാ കൂടയിലും 6 പൂക്കൾ വീതം വെക്കണം. അപ്പം നോക്കിക്കേ, ആദ്യത്തെ കൂടയിൽ നമ്മൾ പൂക്കൾ വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടയിലെ പൂക്കളുടെ എണ്ണവും എഴുതിയിട്ടുണ്ട്, നമ്മൾ വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണവുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മക്കൾ നോക്കിക്കേ, ആദ്യത്തെ കുട്ടയിൽ എത്ര പൂക്കളുണ്ട്? എണ്ണി നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6 പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ കുട്ടയിലുള്ള പൂക്കളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് എഴുതേണ്ടത്? 6. അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? എല്ലാ കൂടയിലും 6 പൂക്കൾ വീതം വേണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ കൂടയിൽ എത്രയുണ്ട്? 6 പൂവുണ്ട്. അപ്പം നമ്മൾ ഇനി എത്ര പൂക്കൾ വരച്ച് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ എന്തെഴുതി? 0 എന്ന് എഴുതി. ക്ലിയർ? ഓക്കെ മക്കളെ, ഇനി അടുത്ത കൂട നോക്കിക്കേ. ഈ ഒരു കുട്ടയിൽ എത്ര പൂക്കളാണുള്ളത്? 1 2 2 പൂക്കളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടയിലെ പൂക്കളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 2 എന്ന് തന്നിട്ടുണ്ട്. കുട്ടയിൽ എത്ര പൂക്കളാക്കണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? 6 പൂക്കളാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 6 എണ്ണത്തിലോട്ട് എത്തിക്കാം അല്ലേ. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 3ാമത്തെ പൂ വരച്ചു, 4ാമത്തെ പൂ വരച്ചു, 5ാമത്തെ പൂ വരച്ചു, 6ാമത്തെ പൂ വരച്ചു. അപ്പോൾ നമ്മൾ എത്ര പൂക്കൾ വരച്ച് ചേർത്തു? 1 2 3 4 പൂക്കൾ വരച്ച് ചേർത്തു അല്ലേ. 2 പൂക്കൾ കുട്ടയിലുള്ളതും 4 പൂക്കൾ നമ്മൾ എക്സ്ട്രാ വരച്ചതുമാണ് അല്ലേ. അടുത്തത് നോക്കിക്കേ മക്കളെ, കുട്ടയിൽ എത്ര പൂക്കളാണുള്ളത്? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 പൂക്കളാണ് ഇവിടെയുള്ളത്, കുട്ടയിലുള്ളത്. നമുക്കത് 6 എണ്ണം ആക്കണം അല്ലേ. അപ്പോൾ 4 കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുന്ന പൂവിന് എത്ര എണ്ണം? 5
പിന്നെ ഒന്നുകൂടി വരച്ചാൽ എത്രയായി? 6 ആയില്ലേ? അപ്പോൾ കുട്ടയിലെ പൂക്കൾ എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ വരച്ചത് എത്രയാണ്? 2 പൂക്കളാണ് അല്ലേ? ടോട്ടൽ എത്രയായി മക്കളെ പൂക്കളുടെ എണ്ണം? 6 ആയില്ലേ? അടുത്ത നോക്കിക്കേ മക്കളെ, കുട്ടയിൽ പൂക്കൾ ഉണ്ടോ? കുട്ടയുടെ പൂക്കളുടെ എണ്ണം എത്രയാണ്? 0 ആണ് അല്ലേ? 0 ആണ്. ഇനി വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. എത്ര എണ്ണം വരയ്ക്കണം? 1 2 3 4 5 6 അല്ലേ? 6 പൂക്കൾ നമ്മൾ വരച്ചാലേ കുട്ടയിൽ 6 പൂക്കളാവുള്ളൂ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ചോദ്യം. എല്ലാ കൂട്ടുകാർക്കും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ചിലപ്പം ചില കൂട്ടുകാർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. പ്രവർത്തനം 6, വഴി കണ്ടെത്താം. നോക്കിക്കേ മക്കളെ, കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്ത് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കൂ. തുടർച്ചയായ സംഖ്യയിലൂടെ പോയാൽ മതി. വിട്ടുപോയ സംഖ്യ എഴുതുകയും വേണം. അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി കാണിക്കാനാണ് പറഞ്ഞത് കേട്ടോ. വഴി എങ്ങനെയാണ് പോവുക? തുടർച്ചയായ സംഖ്യയിലൂടെ പോയാലാണ് അമ്മ പൂമ്പാറ്റയുടെ അടുത്ത് എത്തുക അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, ചിത്രത്തിൽ നമ്മുടെ കുഞ്ഞി പൂമ്പാറ്റ ഇവിടെയുണ്ട്, നമ്മുടെ അമ്മ പൂമ്പാറ്റ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ എന്ത് ചെയ്യണം? ഓരോ പൂക്കളിലൂടെ കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഏത് പൂക്കളിലൂടെയാണ് കിടക്കേണ്ടത്? തുടർച്ചയായ സംഖ്യകൾ എഴുതിയിട്ടുള്ള പൂക്കളിലൂടെയാണ് കടന്നു പോകേണ്ടത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം ഏതിലേക്ക് പോകും? ആദ്യം നമുക്ക് 1 തന്നെ പോവാല്ലേ? 2 സ്ഥലത്ത് 1 ഉണ്ട്, മക്കൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് ചാടാം കേട്ടോ. 1 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് മക്കളെ? 2 ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ എത്രയിലേക്ക് ചാടാ? 3 ചാടാം അല്ലേ? 2 കഴിഞ്ഞ് എത്രയിലേക്ക് ചാടാം? 3 ചാടാം. 3 കഴിഞ്ഞിട്ട് നമുക്ക് എത്രയിലേക്കാണ് ചാടാൻ പറ്റുക? 4 ചാടാൻ പറ്റുക അല്ലേ? 4 പൂവ് അവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു കോളത്തിൽ നമ്മൾ എത്ര എഴുതണം? 4 എഴുതണം അല്ലേ? അപ്പോൾ 4 ചാടി. ഇനി എവിടേക്ക് ചാടണം? 5 ചാടി. പിന്നെ എത്രയാണ്? 6 ചാടി. 7 ചാടി. 7 കഴിഞ്ഞ് എത്രയിലേക്ക് ചാടണം മക്കളെ? 8 ചാടേണ്ടത് അല്ലേ? 8 അവിടെ സംഖ്യയുണ്ടോ? ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പൂവിന് 8 സംഖ്യ എടുത്തു. 8 ചാടി. പിന്നെ 9 ചാടി അല്ലേ? ഇനി എത്രയിലേക്കാണ് ചാടേണ്ടത്? 10 ചാടണം അല്ലേ? എത്രയിലോട്ട് ചാടണം? 10 നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് പോകേണ്ടത്. അപ്പോൾ ആ പൂവിന് നമ്മൾ എത്ര നമ്പർ കൊടുത്തു? 10 നമ്പർ കൊടുത്തു. അതിലേക്ക് പോയി. ഓക്കെ, ക്ലിയർ മക്കളെ? 1 പോയി പൂമ്പാറ്റ, കുഞ്ഞു പൂമ്പാറ്റ 1 പോയി, 2 പോയി, 3 പോയി, 4 പോയി, 5 പോയി, 6 പോയി, 7 പോയി, 8 പോയി, 9 പോയി, 10 പോയി. ആരുടെ അടുത്തെത്തി? നമ്മുടെ അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്തി അല്ലേ? അപ്പോൾ 1 മുതൽ 10 വരെ കൃത്യമായിട്ട് മക്കൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പാർട്ട് 1 വീഡിയോ കാണാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.